ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫേസ് മേക്കപ്പിൻ്റെ ടൈമിൽ ഫേസിലേക്ക് ഹെയറൊക്കെ വീണ് ഒരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനായിട്ടാണ് ആദ്യം തന്നെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നത്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ബ്രൈഡിനെ റെഡിയാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ സ്റ്റെപ്സാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനൊരു ലെൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പ്യുവർ ഹേസൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഫെയർ ടു മീഡിയംകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷെയ്ഡാണ്. രണ്ട് കണ്ണിലും ഞാൻ ലെൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് കണ്ണുമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഐ മേക്കപ്പിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ നമ്മുടെ ഷെയ്ഡിനെക്കാട്ടിലും ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു കൺസീലർ വെച്ചിട്ട് നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും ഞാൻ ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ചില വീഡിയോസ് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും കാണിക്കുന്നത്. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത്. ചില ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ മാക്സിമം എല്ലാ സ്റ്റെപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ നോക്കുന്നുണ്ട്. കൺസീലർ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു പൗഡർ ഇട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയി. അതിനുശേഷം നമ്മൾ ഐ മേക്കപ്പിലേക്കാണ് ഡയറക്റ്റ് കിടക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഏത് ടൈപ്പ് ഐ മേക്കപ്പ് വേണം എന്നാണ് ചെക്ക് ചെയ്യുന്നത്, ഏത് കളർ യൂസ് ചെയ്യണമെന്ന്. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഒരു ഗോൾഡൻ കളറാണ്, അതുകൊണ്ട് അതിന് മാച്ചായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബേസായിട്ട് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ടു പിങ്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ മിററിൽ നോക്കിയിട്ടായിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്. സോ എനിക്ക് ക്യാമറയിൽ ഫുള്ളായിട്ട് നിങ്ങളെ ഫേസ് കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഓരോ സ്റ്റെപ്സ് കഴിയുമ്പോഴും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. രണ്ട് കണ്ണിലും ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു കണ്ണിൽ ചെയ്ത അതേ ഷെയ്ഡ് വെച്ച് വേണം നമ്മൾ നെക്സ്റ്റ് കണ്ണിൽ അപ്ലൈ ചെയ്യാൻ. ഡിഫറൻസ് വരാൻ പാടില്ല. അതിനുശേഷം ഞാനൊരു ജെൽ ഐലൈനർ വെച്ചിട്ട് എൻ്റെ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു ട്രഡീഷണൽ ഹിന്ദു ലുക്ക് ആയതുകൊണ്ട് തന്നെ കണ്ണ് ഞാൻ കുറച്ച് നീട്ടി വാലിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഐബ്രോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ജെല്ലല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഐബ്രോ പൗഡർ യൂസ് ചെയ്തിട്ട് ആ ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഐബ്രോസ് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല ഗ്യാപ്പുള്ള ഐബ്രോസാണ്. അതുകൊണ്ട് ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡിനേക്കാളും കൂടുതൽ ബ്രൗൺ ഷെയ്ഡായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരുന്നു. ആ വീഡിയോ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് വേണമെന്ന് തോന്നിയതുകൊണ്ട് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസിലെ മാർക്സും ഡാർക്ക്നെസ്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഞാനൊരു ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം കൺസീലർ അപ്ലൈ ചെയ്യുന്നതാണ് കാണുന്നത്. കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കളർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ആ ഒരു കളർ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചും കൂടെ ഒരു 1-2 ഷെയ്ഡ് ഡാർക്കായിട്ടുള്ള കൺസീലർ യൂസ് ചെയ്ത് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൗഡർ യൂസ് ചെയ്ത് ക്രീസ് ലൈൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസിൽ പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ കണ്ണിൻ്റെ അടിയിലും ലിപ്പിൻ്റെ ഏരിയയിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് എൻ്റെ ഷെയ്ഡിലേക്ക് ആ ഫൗണ്ടേഷൻ ആക്കി എടുത്തിട്ടുണ്ട്. 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഷെയ്ഡിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. ബ്രഷ് വെച്ച് ഫസ്റ്റ് ഫേസ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡർ യൂസ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം.
നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഞാൻ ചീക്സിൻ്റെ ഏരിയയിലും പിന്നെ ഫോർഹെഡിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനൊരു കോണ്ടൂർ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു പൗഡർ കോണ്ടൂർ പാലറ്റാണിത്. ക്രീം പാലറ്റ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, പൗഡറാണ്. സോ അത് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചീക്സിൻ്റെ അവിടെ നോസിൻ്റെ ഏരിയയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റിംഗ് അല്ല, കോണ്ടോറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ നോസിൽ ഞാൻ കോണ്ടോർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ഷാർപ്നെസ് ഒക്കെ വന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചീക്സിൻ്റെ ഏരിയയിലും ലിപ്പിൻ്റെ താഴെയും നോസിലും ജസ്റ്റ് നമ്മൾ ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അടുത്തായിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിലില്ല, അത് മിസ്സായി പോയിട്ടുണ്ട്. സോ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ലിപ്പ് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഫേസിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ണിൻ്റെ അടിയിലും കൂടെ ഒന്ന് കാജൽ അപ്ലൈ ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് നമ്മളൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫേസിലേക്ക്. അതുപോലെ തന്നെ ഞാനൊരു റെഡ് പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടും ഒന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് എൻ്റെ കോസ്റ്റ്യൂമാണ്. സാരി ഞാൻ ഓൾറെഡി പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ ആ സാരിയൊക്കെ ഒന്ന് പോയി ഡ്രൈപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഹെയർ ഒന്ന് കെട്ടണം. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ലീക്കായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഫ്രണ്ടിൽ എനിക്ക് ഒരുപാട് ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാണ് ചെയ്തത്. സ്ലീക്ക് ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പതിഞ്ഞ് ഇരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലൊന്നും അല്ല. ഒരു ചെറിയൊരു പഫിനെസ് കൊടുത്തിട്ട് കുറച്ച് നീറ്റായിട്ടുള്ളൊരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഹെയർ സ്റ്റൈൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനെൻ്റെ ചുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്, ബാംഗിൾസ് ഇട്ടിട്ടുണ്ട്. ഇനി എൻ്റെ കോസ്റ്റ്യൂമിന് മാച്ചായിട്ടുള്ള ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് പെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഐ മേക്കപ്പ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് മേക്കപ്പിലേക്ക് കടന്നത്. ഓരോരുത്തരും ഓരോ രീതിക്കാണ് ചെയ്യുന്നത്. ചിലർ ഫേസ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഫോളോവേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഫേസ് മേക്കപ്പിലേക്ക് കടക്കുക. അതാണ് എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേ. ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഐ മേക്കപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരുന്നത്. ഇപ്പം ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് വെച്ച് നോക്കി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ, ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഫേസ് മേക്കപ്പിൽ നമുക്കിനിയിപ്പോൾ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇനി ബാക്കിയുള്ളത് ഹെയറിൽ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യണം. ഞാൻ അരളിപ്പൂ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അരളിയും തുളസിയും കൂടെ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഓരോ പോസസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇനി ഹെയറിലെ ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഞാനിവിടെ അരളി യൂസ് ചെയ്തിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തുളസിയും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മളിപ്പോൾ ലാസ്റ്റ് അരളി യൂസ് ചെയ്ത് തന്നെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്തത്. ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ടിൽ കൂടെ എടുത്ത് ബാക്കിൽ കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് 2 ലെയറായിട്ട് സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ ബാക്കിലെ ഹെയർ സ്റ്റൈൽ ഒന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മുടെ ഏകദേശം ലുക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ പോസസൊക്കെ നോക്കുന്നതാണ്. 2 സൈഡിൽ നിന്നും കൊള്ളാവോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റായിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്നുകൂടെ ഒന്ന് ബ്രഷ് യൂസ് ചെയ്തൊന്ന് കോംബ് ചെയ്ത് കറക്റ്റ് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് ക്യാമറയിൽ കാണിക്കാം. സാരി നമ്മൾ പഫി പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ഓൾറെഡി ഒന്ന് പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമുക്കെല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്ത് കാണിക്കാൻ ഒരു ടൈമില്ലാത്തത് കൊണ്ട്
നേരത്തെ തന്നെ ഞാനത് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ എനിക്ക് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഓർണമെൻറ്റ്സും എല്ലാം നമ്മുടെ ഈ കോസ്റ്റ്യൂമിന് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ ഷൂട്ടിന് പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണ്. ചെറുതായിട്ട് നിങ്ങൾക്ക് ബാക്കിലെ ഹെയർ സ്റ്റൈൽ കാണാൻ പറ്റുന്നുണ്ടാവും ഈ വീഡിയോയിൽ. ബാക്കിലേക്ക് നമ്മൾ ഹെയർ ബ്രെയ്ഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് ഹെയർ സ്റ്റൈൽസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തന്നെ റെഡി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കിലേക്ക്. അതുകൊണ്ട് ഞാൻ ഹെയർ ഒന്ന് ബ്രെയ്ഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഒരു എക്സ്റ്റൻഷനും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ പറ്റുമെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പഫി പ്ലേറ്റ്സ് ആയിരുന്നു നമ്മൾ എടുത്തത്. നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടും അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പ്ലേറ്റ്സ് ഒക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ഒന്ന് ഈ വീഡിയോയിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്ലേറ്റ്സ് കിടപ്പുണ്ട്. വേറെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്കിഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങളുടെ ഫങ്ഷൻസിന് വേണ്ടി എന്നെ ബുക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ഓറ മേക്ക് ഓവേഴ്സിൽ DM ചെയ്യുകയോ ബയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.